അങ്ങനെ ഇന്നത്തെ മത്സരവും ജയിച്ച് ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനം തന്നെ നിലനിർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമത് ന്യൂസിലൻഡ്, ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനം സൗത്ത് ആഫ്രിക്കയും രണ്ടാം സ്ഥാനം ഓസ്ട്രേലിയയുമാണ്. അപ്പോൾ ഇന്ത്യ ഇനി നേരിടാൻ പോകുന്നത് അടുത്ത മത്സരം സെമി ഫൈനലാണ്. ഇന്ത്യ ഓസ്ട്രേലിയനെയാണ് നേരിടുന്നത്. മാർച്ച് 4-ാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത്. അതുപോലെ തന്നെ രണ്ടാം മത്സരത്തിനകത്ത് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരാണെങ്കിൽ ന്യൂസിലൻഡ് വേഴ്സസ് ഇന്ത്യ. അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 249 റൺസാണ് 9 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് ശ്രേയസ് അയ്യരാണ് 79 റൺസ്, അതുപോലെ തന്നെ അക്ഷർ 42 റൺസ് സ്വന്തമാക്കി. ഹാർദിക് പാണ്ഡ്യ 45 സ്വന്തമാക്കിയത്. ഇവരുടെ എല്ലാവരുടെയും മികവിൽ തന്നെയാണ് 249 എന്ന സ്കോർ എടുക്കാൻ സാധിച്ചത്. ചെറിയൊരു ടോട്ടലായിരുന്നു 249, പക്ഷേ അത് ന്യൂസിലൻഡിന് മറികടക്കാവുന്ന ഒരു സ്കോർ കൂടിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബോളിംഗ് നിര ന്യൂസിലൻഡിന് മുമ്പിൽ പറന്നിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവർ ബാറ്റിംഗ് നിരയിൽ ആകെ കളിച്ചത് വില്യംസൺ മാത്രമാണ്. 81 റൺസാണ് വില്യംസൺ സ്വന്തമാക്കിയത്. മറ്റാർക്കും തന്നെ അവരുടെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ അത് നമ്മുടെ ബോളിങ്ങിൻ്റെ കരുത്ത് തന്നെയാണ് കേട്ടോ, ഇന്ത്യയുടെ ബോളിങ്ങിൻ്റെ കരുത്ത് തന്നെയാണ്. വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ കുൽദീപ് യാദവ് 2 വിക്കറ്റും, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, ജഡേജ ഇവർ 3 പേരും ഓരോ വിക്കറ്റാണ് സ്വന്തമാക്കിയത്. എന്നാലും വരുൺ ചക്രവർത്തിയുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം. 5 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഷമ്മിക്ക് ഇന്നത്തെ ദിവസം വെറുതെ ആയിരുന്നു, 4 ഓവർ എറിഞ്ഞു, വിക്കറ്റൊന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ല. അപ്പോൾ നല്ലൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക്. അങ്ങനെ പോയിന്റ് ടേബിളിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തി. അതുപോലെ തന്നെ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ജേതാക്കളായാണ് ഇന്ത്യ സെമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി അപ്പെടുത്തിക്കണം. ബൈ.